വെൽക്കം ടു ASAP. ഐ എം അമീൻ, കോൺസ്റ്റിറ്റ്യൂഷൻ ഫാക്കൽറ്റിയാണ്. ഇന്ത്യൻ ഭരണഘടനയിൽ ഭാഗം 4 മാർഗനിർദ്ദേശക തത്വം നമുക്കറിയാവുന്നതാണ്. മാർഗനിർദ്ദേശക തത്വം അതിനകത്ത് രാഷ്ട്രം നടപ്പിലാക്കേണ്ട കുറേ ഭരണതന്ത്രങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഭാഗമാണ് ഭാഗം 4 മാർഗനിർദ്ദേശക തത്വം എന്ന് പറയുന്നത്. ആർട്ടിക്കിൾ 36 തൊട്ട് 51 വരെയാണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ എഴുതി വെച്ചിട്ടുള്ളത്. അതിനകത്ത് ആർട്ടിക്കിൾ 39A അതിനകത്തൊരു പ്രത്യേകതയുണ്ട്. അത് ഭരണഘടനയിലേക്ക് പിന്നീട് ഒരിക്കൽ കൂട്ടിച്ചേർക്കപ്പെട്ടതാണ്. ഈ ആർട്ടിക്കിൾ 39A ഏത് വിഷയത്തെക്കുറിച്ചാണ് പരാമർശിക്കുന്നത്, എന്താണ്, ഏത് സമയത്താണ് അത് നിലവിൽ വന്നത്, അതിനകത്ത് എന്തെല്ലാം കാര്യങ്ങളാണ് ഉൾപ്പെട്ടിരിക്കുന്നത് എന്നെല്ലാമാണ് നമ്മൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ആർട്ടിക്കിൾ 38, 39, 40 എല്ലാം ഉണ്ടായിരുന്നു. ഇങ്ങനെയുള്ള നമ്പർ 39 കഴിഞ്ഞ് 40, 41 എന്ന രൂപത്തിൽ തന്നെയാണ് 950 ഇന്ത്യയുടെ ഭരണഘടന പ്രാബല്യത്തിൽ വരുമ്പോൾ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ പിന്നീട് ഇടയിൽ കുറച്ച് കാലത്തിനിടയിൽ ഭരണഘടനയിലേക്ക് മാർഗനിർദ്ദേശക തത്വത്തിൽ ഒരു പ്രത്യേക ഭേദഗതിയിലൂടെ ഇങ്ങനെ ഒരു ആർട്ടിക്കിൾ കൂട്ടിച്ചേർക്കുകയുണ്ടായി. കാരണം ചില കാര്യങ്ങൾ കൂടെ നമ്മുടെ മാർഗനിർദ്ദേശക തത്വത്തിനകത്ത് പറയേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ടാണ് അതിനകത്തേക്ക് പ്രത്യേകം ആഡ് ചെയ്തത്. ആ ആർട്ടിക്കിളാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്, ആർട്ടിക്കിൾ 39A. നോക്കാം നമുക്ക് എന്താണ് ആർട്ടിക്കിൾ 39A. അതിനകത്ത് പറയുന്നുണ്ട് ഈക്വൽ ജസ്റ്റിസ് ആൻഡ് ഫ്രീ ലീഗൽ എയ്ഡ് എന്ന് പറയുന്നുണ്ട്. അതായത് തുല്യനീതിയും പാവപ്പെട്ടവർക്ക് സൗജന്യ നിയമസഹായവും നൽകണമെന്ന് അനുശാസിക്കുന്ന ഭരണഘടനയുടെ ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 39A എന്ന് പറയപ്പെടുന്നത്. എല്ലാവർക്കും നീതി ഉറപ്പുവരുത്താൻ, നീതിയുടെ കാര്യത്തിൽ, ഭരണഘടന സമത്വത്തിൻ്റെ കാര്യത്തിലും നീതിയുടെ കാര്യത്തിലും കണിശമായി തന്നെ കാര്യങ്ങൾ പറഞ്ഞു പോയിട്ടുണ്ട്. അതിനകത്ത് പറയുന്ന കാര്യമാണ് നീതി തുല്യമായിരിക്കണം. അത് പാവപ്പെട്ടവനാവട്ടെ, പണക്കാരനാവട്ടെ, വെളുത്തവനാവട്ടെ, കറുത്തവനാവട്ടെ, സെലിബ്രിറ്റി ആവട്ടെ, രാഷ്ട്രീയക്കാരനാവട്ടെ, സാധാരണക്കാരനാവട്ടെ, പുരുഷനാവട്ടെ, സ്ത്രീ ആവട്ടെ, ഏതാളുകൾക്കും നീതി നമ്മുടെ രാജ്യത്ത് തുല്യമായിരിക്കണം എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. അതിനുവേണ്ടി ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാനും കൂടെ വേണ്ടിയിട്ടാണ് പിന്നീട് ഒരു ഭരണഘടനയിൽ ഭേദഗതി വരുത്തിക്കൊണ്ട് ഇങ്ങനെ ഒരു ആർട്ടിക്കിൾ കൂട്ടിച്ചേർക്കാൻ കാരണമായത്. അതിലേക്ക് പോകാം, നമുക്ക് എന്തെല്ലാമാണ് അതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കാനുള്ളത്. നോക്കിക്കോ, ആർട്ടിക്കിൾ 39A എന്ന് പറയുന്നത് കൂട്ടിച്ചേർക്കപ്പെടുന്നത് 1976 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ. നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഇന്ത്യൻ ഭരണഘടന PSCക്ക് വേണ്ടി പഠിക്കുന്ന ആളുകൾക്ക് മനസ്സിൽ തങ്ങി നിൽക്കേണ്ട, അല്ലെങ്കിൽ എല്ലാവരും ഓർത്തിരിക്കുന്ന ഒരു ഭരണഘടനാ ഭേദഗതിയാണ് ഭരണഘടനയുടെ 42ാം ഭേദഗതി 1976 അല്ലേ. നമുക്കറിയാം, മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്ന ഭരണഘടനാ ഭേദഗതി കൂടിയാണ് ഏതെന്ന് പറയപ്പെടുന്നത് 42ാം ഭേദഗതി എന്ന് പറയപ്പെടുന്നത്. ഈ ഭേദഗതിയിലൂടെ 1976 ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടത്തിൽ, ഒന്നുകൂടെ പറഞ്ഞാൽ അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ, ഫക്രുദ്ദീൻ അലി അഹമ്മദ് ഇന്ത്യയുടെ രാഷ്ട്രപതിയായിരുന്ന കാലഘട്ടത്തിലാണ് ഈ ഭേദഗതി നടന്നത്. അന്ന് നമ്മുടെ ഭരണഘടനയിലേക്ക് കൂട്ടിച്ചേർക്കപ്പെട്ട ഒരു പുതിയ ആർട്ടിക്കിളാണ് 39A എന്ന് പറയപ്പെടുന്നത്. നോട്ട് ചെയ്ത് വെച്ചോ, 76 42ാം ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർക്കപ്പെട്ടിട്ടുള്ള ആർട്ടിക്കിളാണിത്. മറ്റൊന്ന്, ആർട്ടിക്കിൾ 39A നമുക്ക് ഓഫർ ചെയ്യുന്നത് തുല്യ ന്യായവും, അതായത് തുല്യനീതിയും സൗജന്യമായ നിയമസഹായം, അതായത് സാധാരണക്കാരായിട്ടുള്ള പാവപ്പെട്ട ആളുകൾക്കെങ്കിലും സൗജന്യമായ നിയമസഹായവും ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ആർട്ടിക്കിൾ ഭരണഘടനയിൽ കൊണ്ടുവന്നിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട് നോക്കിക്കോ, എന്തൊക്കെയാണ് അതിൻ്റെ പ്രധാന ആശയങ്ങളെന്ന് പരിശോധിക്കാം. ഒന്ന്, എല്ലാ പൗരന്മാർക്കും തുല്യ ന്യായം ലഭിക്കണം. അതായത് നമ്മുടെ രാജ്യത്ത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പണക്കാരനെന്നോ പാവപ്പെട്ടവനെന്നോ അല്ലെങ്കിൽ ജാതിയുടെയോ മതത്തിൻ്റെ ഒന്നും അടിസ്ഥാനത്തിൽ ന്യായം എന്ത് ചെയ്യാൻ പാടില്ല, വേർതിരിക്കപ്പെടാൻ വേണ്ടി പാടില്ല. തുല്യമായ ന്യായം എല്ലാവർക്കും ലഭിക്കണമെന്ന് നിർബന്ധിക്കുന്നതാണ് എത്രാമത്തെ ആർട്ടിക്കിൾ 39A പറയപ്പെടുന്നത് അല്ലേ. അതിനകത്ത് സാമ്പത്തികമായി പിന്നോക്കമുള്ളവർക്കും ന്യായം ലഭിക്കാനുള്ള അവസരം ഉറപ്പാക്കണം. നമ്മുടെ നാട് ഇപ്പോഴും നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട വെല്ലുവിളിയാണത്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ആളുകൾക്ക് കോടതിയിൽ പോയി കേസ് വിജയിച്ച് വരാനൊന്നും കഴിയാത്തൊരു സാഹചര്യം ഇപ്പോഴും നമ്മൾ കാണാറുണ്ട്. കാരണം വലിയ തോതിൽ പണം ചെലവഴിക്കുന്ന ആളുകൾക്ക് മികച്ച വക്കീലന്മാരെയൊക്കെ ഉപയോഗപ്പെടുത്തി കേസുകൾ വിജയിച്ച് വരാൻ പറ്റുന്ന സാഹചര്യം നമ്മുടെ രാജ്യത്ത് പലപ്പോഴും നമുക്ക് കാണാറുണ്ട് അല്ലേ. അതിൻ്റെ ഭാഗമായിട്ട് ഓർത്തിരിക്കേണ്ടത്, സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന പാവപ്പെട്ട ആളുകൾക്കും നീതി ലഭിക്കാൻ, ന്യായം ലഭിക്കാൻ ഈ ആർട്ടിക്കിൾ 39A എന്ന് പറയുന്നത് ഒരു കാരണമായിട്ടുണ്ട് എന്നുള്ളതാണ്. അതിനകത്ത് പറയുന്നുണ്ട് ദരിദ്രർക്കായി സൗജന്യ നിയമസഹായം ഉറപ്പു നൽകണമെന്നും പറയുന്നുണ്ട്. ദരിദ്രർക്കായിട്ട് സൗജന്യ നിയമസഹായം ഉറപ്പു നൽകണമെന്ന് ഭരണഘടനക്കകത്ത് പറയുന്നുണ്ട്. ഫ്രീ ലീഗൽ എയ്ഡ് എന്ന് വെച്ചാൽ കോടതിയിൽ ചെല്ലുന്ന സമയത്ത് യഥാർത്ഥത്തിൽ കോടതി ഒരു സർക്കാർ സ്ഥാപനമാണ്. നമ്മൾ പഠിക്കുന്ന സ്കൂള് പോലെ, നമ്മൾ ചികിത്സിക്കുന്ന ഗവൺമെൻറ് ആശുപത്രി പോലെ ഒരു സർക്കാർ സ്ഥാപനം തന്നെയാണ് ഗവൺമെൻറ്
ഗവൺമെന്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനം തന്നെയാണ് കോടതി എന്ന് പറയുന്നത്. പക്ഷേ കോടതിയിൽ കേസ് വാദിക്കുന്ന സമയത്ത് സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് പോലും പണം നൽകി വക്കീലന്മാരെ ഉപയോഗപ്പെടുത്തേണ്ട ഒരു സാഹചര്യമുണ്ട്. അത് മാറി ദരിദ്രർക്കായിട്ടെങ്കിലും മിനിമം സൗജന്യ നിയമസഹായം ലഭിക്കുന്നതിന് സാഹചര്യം ഒരുക്കണമെന്ന് ഈ ആർട്ടിക്കിളിലൂടെ പറയപ്പെടുന്നുണ്ട്. അതിനകത്ത് പറയുന്നു, ന്യായം സാമ്പത്തിക തടസ്സങ്ങൾ കാരണം നിഷേധിക്കപ്പെടാൻ പാടില്ല. ഒരാളുടെ കയ്യിൽ പണമില്ല എന്ന കാരണത്താൽ, അല്ലെങ്കിൽ ഒരാൾ സാമ്പത്തികമായി പിറകിലാണ് എന്നുള്ള കാരണത്താൽ ഒരിക്കലും അയാൾക്ക് ന്യായം ലഭിക്കാൻ അതൊരു തടസ്സമാകാൻ വേണ്ടി പാടില്ല. പണമാകരുത് പ്രയോറിറ്റി. നീതി ഒരാളുടെ മേൽ നടപ്പിലാക്കപ്പെടാൻ ഒരിക്കലും പണം ഒരു കാരണമാകാൻ പാടില്ല എന്നുള്ളത് ഈ ആർട്ടിക്കിൾ നിലവിൽ വരുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് പറയപ്പെടുന്നുണ്ട്. അതിനകത്ത് വീണ്ടും പറയുന്നു, സർക്കാർ നിയമസഹായ പദ്ധതികൾ നടപ്പിലാക്കണം. സർക്കാർ പല രൂപത്തിൽ ഓരോ സംസ്ഥാനത്തിന്റെ സർക്കാരുകൾക്കും കേന്ദ്ര സർക്കാരിനുമെല്ലാം നിയമസഹായം കൊടുക്കാൻ വേണ്ടിയിട്ട് പലതരം ലീഗൽ എയ്ഡ് സ്കീംസ് അവതരിപ്പിക്കാൻ വേണ്ടി പറ്റും. അങ്ങനെയെങ്കിലും സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് സൗജന്യമായ നിയമസഹായം കിട്ടാൻ അത് കാരണമാകും. അതുകൊണ്ട് ഇത് നടപ്പിലാക്കണമെന്നും ഇതിന്റെ ആശയത്തിന്റെ ഭാഗമായിട്ട് പറയപ്പെടുന്നുണ്ട്. ഇനി നോക്കിയേ, നമ്മളിതിനകത്ത് ഹെഡിങ് കൊടുത്തിട്ടുണ്ട്, സൗജന്യമായി നിയമസഹായം ലഭിക്കുന്നതിന് അർഹരായ വ്യക്തികൾ ആരൊക്കെ എന്നതിനകത്ത് പറഞ്ഞ് കുറച്ച് ആളുകൾ അതിനകത്ത് ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. ആർക്കൊക്കെയാണ് സൗജന്യമായിട്ട് നിയമസഹായം ലഭിക്കേണ്ടത് എന്നുള്ളത് 39A നിലവിൽ വന്നപ്പോൾ അതിന് അർഹതയുള്ള ആളുകളുടെ പേര് കൂടെ അതിനകത്ത് പറഞ്ഞു പോകുന്നുണ്ട് എന്നുള്ളതാണ്. നമുക്ക് പരിശോധിക്കാം ആർക്കൊക്കെയാണ് അതിന് അർഹതയുള്ളത് അല്ലേ. ഒന്നാമത്തെ പോയിന്റ് പറയുന്നത് നോക്കിക്കോ, സ്ത്രീകളും കുട്ടികളും ഇതിന് അർഹതയുള്ള ആളുകളാണ് അല്ലെ. ഭരണഘടനയിൽ പ്രത്യേകം ആർട്ടിക്കിൾ 15 പറയുന്നുണ്ട് സ്ത്രീകൾക്കും കുട്ടികൾക്കും പ്രത്യേക പരിഗണന കൊടുക്കണമെന്ന് പറയുന്നുണ്ട്. സമത്വത്തെക്കുറിച്ച് പറയുമ്പോൾ എല്ലാവരും തുല്യരാണെന്ന് സമത്വത്തിനകത്ത് പറയുന്നുണ്ടെങ്കിൽ പോലും സ്ത്രീകൾക്കും കുട്ടികൾക്കും പ്രത്യേകം പരിഗണന കൊടുക്കണമെന്ന് ഭരണഘടനയുടെ ആർട്ടിക്കിൾ 15 നമ്മൾ മുൻപ് പഠിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് തന്നെ ഇവിടെയും പറയപ്പെടുന്നു, സ്ത്രീകൾക്കും കുട്ടികൾക്കും സൗജന്യമായിട്ട് എന്ത് കിട്ടാൻ അർഹതയുണ്ട്? നിയമസഹായം കിട്ടാൻ അർഹതയുണ്ട്. അതായത് കോടതിയിൽ പോകുമ്പോൾ സ്ത്രീ എന്ന കാരണത്താൽ അല്ലെങ്കിൽ മൈനറായ കുട്ടിയാണെന്നുള്ള കാരണത്താൽ ആ കുട്ടിക്കും സൗജന്യമായിട്ട് എന്തിന് അർഹതയുണ്ട്? നിയമസഹായത്തിന് അർഹതയുണ്ട് എന്നുള്ളത് നമുക്ക് ഇതിനകത്ത് മനസ്സിലാക്കാം. ഇത് 39A നിലവിൽ വരുമ്പോൾ പറയപ്പെട്ടിട്ടുള്ള ഒരു ആനുകൂല്യം ലഭിക്കുന്ന ഒരു വിഭാഗമാണ് സ്ത്രീകളും കുട്ടികളും. രണ്ടാമത്തെ ടീം നോക്കിക്കോ, SC/ST വിഭാഗത്തിലെ അംഗങ്ങൾ, അതായത് പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട. എന്തുകൊണ്ടാണ് ഇവർ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽ ഉൾപ്പെടാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ ഭരണഘടനയിൽ പ്രത്യേകം ശ്രദ്ധ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട്, പ്രത്യേകം പരിഗണന ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഭരണകൂടം കൂടുതൽ ശ്രദ്ധിക്കേണ്ട വിഭാഗത്തെയാണ് ഭരണഘടനയുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതിലെ 5ാം പട്ടികയിൽ കുറച്ച് ജാതി സമൂഹത്തെയും കുറച്ച് ഗോത്രവർഗത്തിൽപ്പെട്ട ആളുകളെയും ഉൾപ്പെടുത്തിയത് കൊണ്ട് ഈ പട്ടികയിൽ ഉൾപ്പെട്ടു എന്നുള്ള കാരണം കൊണ്ടാണ് നമ്മൾ ഇവരെ പട്ടികജാതി എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ പട്ടികവർഗം എന്ന് വിളിക്കുന്നത്. ആ വിഭാഗത്തിൽപ്പെട്ട ഏതൊക്കെ ജാതി സമൂഹത്തിൽപ്പെട്ട ആളുകളുണ്ടോ, ഏതൊക്കെ ഗോത്രവർഗക്കാരുണ്ടോ, അവർക്കെല്ലാം ഇന്ത്യ രാജ്യത്ത് കോടതികളിൽ ചെല്ലുന്ന സമയത്ത് സൗജന്യമായ നിയമസഹായത്തിന് അർഹതയുണ്ട് എന്നുള്ളത് ഭരണഘടനയിൽ 39A കൊണ്ടുവരുമ്പോൾ ലിസ്റ്റ് ഔട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള രണ്ടാമത്തെ പോയിന്റാണ്. ഇനി നോക്കിക്കോ, മൂന്നാമത്തെ പോയിന്റ് സൂചിപ്പിക്കുന്നത് ബഹുജന ദുരന്തം, അതോടൊപ്പം തന്നെ അക്രമം, വെള്ളപ്പൊക്കം, വരൾച്ച, ഭൂകമ്പം, വ്യാവസായിക ദുരന്തം എന്നിവയുടെ എല്ലാം ഇരകൾക്ക് നമ്മുടെ രാജ്യത്ത് സൗജന്യമായി നിയമസഹായത്തിന് അർഹതയുണ്ടെന്ന് പറയുന്നത് നമുക്കൊക്കെ അറിയാവുന്നതാണ്. നാച്ചുറൽ പ്രകൃതിപരമായിട്ടുള്ള കലാമിറ്റീസ്, ദുരന്തം നടക്കുമ്പോൾ വെള്ളപ്പൊക്കമാകട്ടെ, ഭൂകമ്പമാകട്ടെ, ഉരുൾപൊട്ടലാകട്ടെ, ചുഴലിക്കാറ്റാവട്ടെ, ഇങ്ങനെ ഇതുപോലെയുള്ള മറ്റെന്തെങ്കിലും ദുരന്തങ്ങൾ നടക്കുമ്പോൾ, കടലാക്രമണമാകട്ടെ, ഇങ്ങനത്തെ ദുരന്തങ്ങളുടെ ഇരകൾക്ക് ഒരുപക്ഷെ എല്ലാം നഷ്ടപ്പെട്ട് വീടും കിടപ്പാടവും ജോലിയും അവരുടെ സർട്ടിഫിക്കറ്റും പണവും അല്ലെങ്കിൽ അവരുടെ ജീവനെല്ലാം നഷ്ടപ്പെട്ട കുറെ ആളുകളുണ്ടാവും. അതിൽ ദുരന്തത്തിൽ ബാക്കിയായിട്ടുള്ള ആളുകളെ നമ്മൾ പ്രത്യേകം പരിഗണന കൊടുക്കേണ്ടതുണ്ട്. അവർക്ക് ഒരു കേസ് വിഷയം വരുന്ന സമയത്ത് ആ ആളുകൾക്ക് സൗജന്യമായി നിയമസഹായം കിട്ടാൻ നമ്മുടെ രാജ്യത്ത് ആർട്ടിക്കിൾ 39A അവർക്ക് എന്ത് കൊടുക്കുന്നുണ്ട്? അതിനൊരു പരിഗണന കൊടുക്കുന്നുണ്ട് ഈ വിഭാഗം ആളുകൾക്ക്. മറ്റൊന്ന്, അക്രമത്തിന്റെ ഇരകളായിട്ട്, ഒരു കലാപത്തിന്റെയോ അല്ലെങ്കിൽ ഒരു വലിയൊരു ബഹുജന അക്രമത്തിന്റെ ഇരകളായിട്ട് ഏതെങ്കിലും സാധാരണ മനുഷ്യർ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേക ഗോത്ര വിഭാഗക്കാരൊക്കെ പ്രത്യേകം അക്രമത്തിന്റെ ഇരകളായിട്ടുണ്ടെങ്കിൽ അവരും ഒരുപക്ഷെ ജീവിതത്തിലെല്ലാം നഷ്ടപ്പെട്ടു നിൽക്കുന്ന ആളുകളായിരിക്കും. അവർക്കും നമ്മുടെ രാജ്യത്ത് സൗജന്യമായി നിയമസഹായത്തിന് അർഹതയുണ്ട്. മറ്റൊന്ന് നമുക്കറിയാം, വെള്ളപ്പൊക്കം നമ്മുടെ കേരളത്തിലടക്കം സംഭവിച്ചിട്ടുള്ള കാര്യമാണ്. വെള്ളപ്പൊക്കത്തിന്റെ ഇരകൾക്കും ഇതുപോലെ വീട് നഷ്ടപ്പെട്ടവരും കൃഷി നഷ്ടപ്പെട്ടവരും ജോലി നഷ്ടപ്പെട്ടവരും കുടുംബാംഗങ്ങൾ നഷ്ടപ്പെട്ട ആളുകളെല്ലാം ഉണ്ടായിരിക്കും. ഇത്തരം ആളുകൾക്കും നമ്മുടെ രാജ്യത്ത് സൗജന്യമായി നിയമസഹായം ലഭിക്കാൻ പരിഗണിക്കപ്പെടുന്ന ആളുകളാണ്. അതോടൊപ്പം തന്നെ വരൾച്ച, ഭൂകമ്പം, വ്യാവസായികമായിട്ടുള്ള ദുരന്തം എന്നിവയുടെ ഒക്കെ ഇരകൾക്കും, ഓരോരുത്തരെയും എണ്ണി പറയുന്നില്ല, ഈ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കെല്ലാം
സൗജന്യമായി നിയമസഹായം ലഭിക്കണമെന്ന് ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 39A നിലവിൽ വരുമ്പോൾ ഉൾപ്പെടുത്തിയിട്ടുള്ള പരിഗണിക്കപ്പെട്ടുള്ള സമൂഹത്തിൽപ്പെട്ടുള്ള ആളുകളാണ് ഈ പറയുന്ന ആളുകൾ. ഇനി നോക്കിക്കോ, നാലാമത് പറയുന്നുണ്ട് വികലാംഗർ. ശ്രദ്ധിക്കണേ, വികലാംഗർക്ക്, ശാരീരികമായി വെല്ലുവിളി നേരിടുന്ന ആളുകൾക്ക്, ഫിസിക്കലി ഡിസേബിൾ ആയിട്ടുള്ള ആളുകൾക്ക് സൗജന്യമായി നിയമസഹായം ലഭിക്കാൻ ഭരണഘടനാപരമായിട്ട് ആർട്ടിക്കിൾ 39A അവസരം നൽകുന്നുണ്ട്. വികലാംഗർക്കും എന്ത് ലഭിക്കും എന്ന് പറഞ്ഞേ, അവർക്കും സൗജന്യമായി നിയമസഹായം ലഭിച്ചിരിക്കണം എന്നുള്ളതാണ്. ഇങ്ങനെ നമ്മളിപ്പോൾ 4 വിഭാഗം ആളുകളെ സൂചിപ്പിച്ചു. ഇനി വരാൻ പോകുന്ന നോക്കി, 5ാമത്തെ വിഭാഗം കസ്റ്റഡിയിലുള്ള വ്യക്തി. ആരാ കസ്റ്റഡിയിലുള്ള വ്യക്തി? പോലീസ് പിടിച്ചിട്ട് കസ്റ്റഡിയിൽ കഴിയുന്ന ഒരു വ്യക്തിക്ക് പോലും നമ്മുടെ രാജ്യത്ത് സൗജന്യമായി നിയമസഹായത്തിന് അർഹതയുണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ട് ചിന്തിക്കും, ഒരു പ്രതി, ഒരു വലിയ കുറ്റം ചെയ്തിട്ടുള്ള ഒരു പ്രതിയാണെങ്കിൽ പോലും അയാൾക്ക് പോലും സൗജന്യ നിയമസഹായമോ എന്ന് നമ്മൾ ചിന്തിച്ചു പോകും. എന്തുകൊണ്ടാണ് കസ്റ്റഡിയിലുള്ള വ്യക്തിക്ക് ഇങ്ങനെ സൗജന്യ നിയമസഹായം കൊടുക്കണമെന്ന് പറയുന്നത്? കസ്റ്റഡിയിലുള്ള വ്യക്തിയും ഒരു പൗരനാണ്. നമ്മുടെ രാജ്യം ഇന്ത്യൻ പൗരനാണെങ്കിൽ അയാൾ ഇന്ത്യൻ പൗരനാണെന്നുണ്ടെങ്കിൽ അയാൾക്കും കൂടെ ഉള്ള അവകാശമാണ് അതിനകത്ത് പറഞ്ഞു പോകുന്നത്. കാരണം കസ്റ്റഡിയിലുള്ള വ്യക്തിക്ക് കേസ് വാദിച്ച് വിജയിപ്പിച്ചു കൊടുക്കണമെന്നല്ല പറയുന്നത്, അയാൾക്ക് കോടതിയിൽ വരുന്ന സമയത്ത് നിയമസഹായം നൽകാൻ ഒരു വക്കീലിന്റെ സഹായം ഉണ്ടായിരിക്കണം. അത് പ്രഗത്ഭനായ വക്കീലായിരിക്കണം എന്നുള്ളതല്ല, ഒരു വക്കീലിന്റെ സഹായം കോടതി ഏർപ്പെടുത്തി കൊടുക്കും. കാരണം അയാളുമായി ബന്ധപ്പെട്ട ആളുകളോ കുടുംബാംഗങ്ങളോ സുഹൃത്തുക്കളോ സഹോദരങ്ങളോ ഒന്നും അയാളെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടൊരു കോടതി സംവിധാനത്തിലേക്ക് ഒരു വക്കീലിനെ ഏർപ്പാടാക്കി കൊടുത്തിട്ടില്ലെങ്കിൽ അയാളുടെ കേസ് വിളിക്കപ്പെടുന്ന ദിവസം സൗജന്യമായിട്ട് അയാൾക്ക് കേസ് വാദിക്കാൻ ഒരു വക്കീലിനെ അറേഞ്ച് ചെയ്ത് കൊടുക്കുക എന്നുള്ളത് അയാളുടെ അവകാശത്തിന്റെ പരിധിയിൽ വിടുന്നതുകൊണ്ട് കസ്റ്റഡിയിലുള്ള വ്യക്തിക്ക് പോലും നമ്മുടെ രാജ്യത്ത് സൗജന്യമായ നിയമസഹായത്തിനുള്ള അർഹതയുണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട്. അതിനകത്ത് പിന്നീട് വരുന്നത് നോക്കിക്കോ, 1 ലക്ഷത്തിൽ താഴെ വാർഷിക വരുമാനമുള്ള വ്യക്തി. പ്രത്യേകം ശ്രദ്ധിക്കണേ, 1 ലക്ഷത്തിൽ താഴെ വാർഷിക വരുമാനം ഉണ്ടായിരിക്കണം. എന്താ 1 ലക്ഷത്തിൽ താഴെ? നമുക്കൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായിട്ട് നമുക്ക് വാർഷിക വരുമാനം കണക്കാക്കപ്പെട്ടിട്ടുണ്ടാവും. ആ വാർഷിക വരുമാനത്തിൽ ഒരു വർഷത്തിൽ ആ കുടുംബത്തിന് എത്രയാണ് വരുമാനം ലഭിക്കുന്നത്, അതിൽ 1 ലക്ഷത്തിൽ താഴെയാണ് എന്നുണ്ടെങ്കിൽ ആ വിഭാഗം ആളുകൾക്കും സൗജന്യ നിയമസഹായത്തിന് അർഹതയുണ്ടായിരിക്കണമെന്ന് 39A നിലവിൽ വരുമ്പോൾ പറയുന്നുണ്ട്. പക്ഷെ അതിനകത്തൊരു കാര്യം സൂചിപ്പിക്കുന്നുണ്ട്, സുപ്രീം കോടതിയിലാണെങ്കിൽ, പ്രത്യേകം ശ്രദ്ധിക്കണേ, സുപ്രീം കോടതി ഒന്നും കൂടെ രാജ്യത്ത് ഉയർന്ന കോടതിയാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ ചെലവുള്ള കോടതി ആയതുകൊണ്ട് തന്നെ വക്കീലന്മാർക്കും മറ്റൊക്കെ കൂടുതൽ ചെലവ് വരുന്നതായതുകൊണ്ട് തന്നെ ഒന്നും കൂടെ വർദ്ധിച്ചിട്ടുണ്ട്. അവിടേക്ക് 1,25,000 എന്ന് പറയുന്ന വാർഷിക വരുമാനമുള്ള ആളുകൾക്കാണ് സൗജന്യമായിട്ട് നിയമസഹായം ഓഫർ കൊടുക്കുന്നത്. നോർമൽ കോടതികളിലാണെങ്കിൽ 1 ലക്ഷമാണ് പറയുന്നത്. എന്നാൽ സുപ്രീം കോടതിയിലാണെങ്കിൽ 1,25,000 വരുമാനമുള്ള ആളുകൾക്ക് സൗജന്യമായി നിയമസഹായം ലഭിക്കണമെന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ഏറ്റവും അവസാനം ഇതാ 7ാമതൊരു പോയിന്റ് പറയുന്നുണ്ട്, മനുഷ്യക്കടത്തിന്റെ ഇരകൾക്കും സൗജന്യമായി നിയമസഹായം ലഭിക്കണമെന്ന് സൂചിപ്പിക്കുന്നുണ്ട്. എന്താണ് മനുഷ്യക്കടത്ത് എന്ന് പറഞ്ഞാൽ? ആളുകളെ ജോലി ചെയ്യുന്നതിന് വേണ്ടിയിട്ടും മറ്റൊക്കെ ആയിട്ട് സാധാരണക്കാരായിട്ടുള്ള പാവപ്പെട്ട മനുഷ്യരെയൊക്കെ മനുഷ്യക്കടത്തിന്റെ ഭാഗമായിട്ട് ആളുകൾ വിൽപ്പന നടത്തുക, ഹ്യൂമൻ ട്രാഫിക്കിംഗ് എന്ന് പറയും, വിൽപ്പന നടത്തുന്നുണ്ട്. ഈ വിൽപ്പന നടത്തുന്നതിന് ഭാഗമായിട്ട് ആളുകൾ എല്ലാം നഷ്ടപ്പെട്ട് അവർക്ക് ഒരു പക്ഷേ സഹായത്തിന് ആരുമില്ലാത്തൊരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ഇവർ എങ്ങനെയെങ്കിലും നീതി തേടി കോടതിയിലെത്തുന്ന സമയത്ത് അവർക്കും സൗജന്യമായി എന്ത് ലഭിക്കാനുള്ള അവകാശമുണ്ട്? നിയമസഹായം ലഭിക്കാനുള്ള അവകാശമുണ്ട്. അപ്പോൾ ഈ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കെല്ലാം നമ്മുടെ രാജ്യത്ത് എന്തിനുള്ള അവകാശമുണ്ട് എന്ന് സൂചിപ്പിച്ച് സൗജന്യമായി നിയമസഹായം ലഭിക്കുന്നതിനുള്ള അവകാശമുണ്ട്. നമ്മളിപ്പോൾ ഇന്ന് ചർച്ച ചെയ്തത് ഒരേ ഒരു ആർട്ടിക്കിൾ, ഇന്ത്യൻ ഭരണഘടനയിലേക്ക് പുതിയതായിട്ട് കൂട്ടിച്ചേർക്കപ്പെട്ട ഒരു ആർട്ടിക്കിളിന്റെ കാര്യമാണ് സൂചിപ്പിച്ചത്. ആർട്ടിക്കിൾ 39A ആണ് നമ്മൾ സൂചിപ്പിച്ചു. ഭരണഘടനയുടെ 42ാം ഭേദഗതിയിലൂടെ 1976 കൂട്ടിച്ചേർക്കപ്പെട്ട നിയമമാണിത്. ഇതിനകത്ത് പറയുന്നുണ്ട് സൗജന്യമായ നിയമസഹായവും അതോടൊപ്പം തന്നെ തുല്യനീതിയും ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് ഈ ആർട്ടിക്കിൾ നിലവിൽ വരുമ്പോൾ ഉണ്ടായിരുന്ന ലക്ഷ്യം. അത് നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് മാർഗനിർദ്ദേശക തത്വത്തിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 39A എന്ന് പറയുന്ന ആർട്ടിക്കിൾ ഓർമ്മയിൽ വെക്കേണ്ടതാണ് നിർബന്ധമായിട്ടും. അപ്പോൾ ഇതുപോലെയുള്ള കണ്ടന്റുകൾ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ASAPന്റെ പേജുകൾ നിങ്ങൾ ഫോളോ ചെയ്യണം. നമുക്ക് ഭരണഘടനയിൽ നിന്ന് മാത്രമല്ല മറ്റെല്ലാ വിഷയങ്ങളിലെയും കണ്ടന്റുകളും നമുക്ക് ഇതുപോലെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു പോകാൻ കഴിയുന്നതാണ്. അതുകൊണ്ട് കൂടെ കൂടുക. നിങ്ങളുടെ വിജയം വരെ നമ്മൾ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. താങ്ക്